സാധാരണ ഓണക്കച്ചവടത്തിൽ പൊടി പൊടിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷൻ ആണെങ്കിൽ ഇത്തവണ അത് സപ്ലൈകോയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സപ്ലൈകോയുടെ ഓണക്കച്ചവട വിറ്റുവരവ് ഏറെക്കുറെ 250 കോടി രൂപ പിന്നിട്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ. എല്ലാ വർഷവും സാധാരണ നിലയിൽ ഓണക്കച്ചവടത്തിൽ ഓണം കഴിയുമ്പോൾ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്നത് ബിവറേജസ് ഉൽപ്പന്നങ്ങളാണ്, മദ്യമാണ്. മദ്യത്തിൻ്റെ വിറ്റുവരവിലാകാം ഒരുപക്ഷേ ഗവൺമെൻറ്റിന് ഏറ്റവും അധികം തുകയും ലഭിക്കുക. ഇത്തവണ സപ്ലൈകോയുടെ ഓണക്കച്ചവടവും പൊടി പൊടിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറെക്കുറെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് 250 കോടി രൂപ പിന്നിടുകയും ചെയ്തിട്ടുണ്ട്. സപ്ലൈകോയുടെ വിറ്റുവരവ് ഈ വർഷം ഏറ്റവും അധികം കൂടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമേ തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളും അതോടെ തന്നെ മികച്ച ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും വിപണിയിലേക്ക് എത്തിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു എന്നതാണ്. അതായത് എല്ലാ ജില്ലകളിലും അതോടൊപ്പം തന്നെ മണ്ഡലം അടിസ്ഥാനങ്ങളിലും നടക്കുന്ന സപ്ലൈകോയുടെ ഓണച്ചന്തകളിലും അതോടൊപ്പം തന്നെ സപ്ലൈകോ സ്റ്റോറുകളിലുമാണ് വലിയ തോതിൽ തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങളുള്ളത്. ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുവാനായി ഈ ഷോപ്പുകളിലേക്കും അല്ലെങ്കിൽ ഓണ ചന്തകളിലേക്കും മറ്റും എത്തുന്നവർക്ക് സപ്ലൈകോയുടെ ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെയാണ് മികച്ച വിലയിൽ അതോടൊപ്പം തന്നെ ഗുണമേന്മയുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലൈകോ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി ഈ ഷോപ്പുകളിലേക്കും മറ്റും എത്തുന്നവർക്ക് അതിനു പുറമേ തന്നെ മറ്റുൽപ്പന്നങ്ങൾ കൂടി ലഭിക്കുന്നു എന്നൊരു സവിശേഷത ഈ തവണ ഓണത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നു. ഇതുതന്നെയാണ് ഒരുപക്ഷെ ബിവറേജസ് കോർപ്പറേഷനൊപ്പം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിറ്റുവരവ് എന്ന നിലയിൽ ഒരു ചർച്ച പോലും സമൂഹത്തിൽ വരുത്തുന്നതിന് കാരണമായി തീർന്നിട്ടുള്ളത്. ഈ തവണ അതായത് ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് എന്നൊരു പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. മന്ത്രിയും അത് സ്ഥിരീകരിക്കുന്ന നിലയിലേക്കുള്ള പ്രതികരണവും നടത്തിയിരുന്നു. LDF സർക്കാരാണ് ബിവറേജസ് കോർപ്പറേഷനെ ഈ നിലയിലാക്കിയത് എന്നാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് ഈ ഓണക്കാലത്ത് ബിവറേജസ് കോർപ്പറേഷനെ പറ്റി നഷ്ടത്തിലാണ് അല്ലെങ്കിൽ വിറ്റുവരവ് കുറവാണ്, നഷ്ടത്തിലാണ് തുടങ്ങിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് സപ്ലൈകോ, അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൊതുവിതരണ രംഗത്ത് പിന്നിലായ സപ്ലൈകോ ഏറെ മുന്നിലേക്കെത്തുന്നു. അതിൻ്റെ വിറ്റുവരവ് 250 കോടിയിലേറെ ഇതുവരെ തന്നെ പിന്നിട്ടു തുടങ്ങിയ ശുഭകരമായ വാർത്തകളും പുറത്തേക്ക് വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.